സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരിക്കൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ പിന്നീട് അവിടുത്തെ ലൈഫ് ഫോംസുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുക. സോ സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ വെയർ നാച്ചുറൽ ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ആർ ഡിസ്ട്രോയിഡ്. ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ബയോട്ടിക് കമ്മ്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. സോ വെയർ നാച്ചുറൽ ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ആർ ഡിസ്ട്രോയിഡ്, ലൈക്ക് എങ്ങനത്തെ സ്ഥലങ്ങളാണ്? അബാൻഡഡ് ഫാം ലാൻഡ്, ഒഴിവാക്കപ്പെട്ട ഫാം ലാൻഡുകൾ, ഒരിക്കൽ ഉപയോഗിച്ചിരുന്നു പിന്നീട് അത് ഉപയോഗിക്കാതെ ഒഴിവാക്കപ്പെട്ട ഫാം ലാൻഡുകൾ. ബേൺഡ് ഓർ കട്ട് ഫോറസ്റ്റ്, കത്തിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ ഫോറസ്റ്റ് ഏരിയാസ്, അല്ലെങ്കിൽ ലാൻഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഫ്ലഡഡ്, ഒരിക്കൽ ഫ്ലഡ് വന്നിട്ട് നശിച്ചു പോയ ലാൻഡ്. അവിടെയൊക്കെ ഓൾറെഡി ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു, പിന്നീട് അത് ഈ വക കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിനെ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുക. സോ സെക്കൻഡറി സക്സഷൻ എന്ന് എവിടെയാണ് നടക്കുന്നത്? ദാറ്റ് ടേക്സ് പ്ലേസ് വെയർ നാച്ചുറൽ ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രോയിഡ്. സെക്കൻഡറി സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത് നാച്ചുറൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ലൈക്ക് അബാൻഡൻഡ് ആയിട്ടുള്ള ഫാം ലാൻഡുകൾ, ബേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ ഫോറസ്റ്റുകൾ, അല്ലെങ്കിൽ ഫ്ലഡ് വന്ന് നശിച്ചു പോയ ലാൻഡുകൾ. അവിടെയൊക്കെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി പുതുതായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയും. പ്രൈമറി സക്സഷൻ്റെ കേസിൽ ഒരിക്കലും ലൈഫ് എക്സിസ്റ്റ് ചെയ്തിട്ടേ ഇല്ലാത്ത സ്ഥലത്ത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിന് പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സോയിലാണ്. അതുപോലെ ആ സോയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നാച്ചുറൽ പ്രോസസ്സിലൂടെ 100 മുതൽ 1000 വർഷങ്ങൾ എടുത്തിട്ട് വേണം ഒരു ബെയർ റോക്കിൽ അങ്ങനത്തെ ഒരു ബെയർ ആയിട്ടുള്ള പാറകളിൽ വെതറിങ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബെയർ റോക്കിൽ എന്തുണ്ടാകുന്നത്? ഫെർട്ടൈൽ സോയിലായിട്ട് കൺവേർട്ടഡ് ആവുന്നത്, ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി സക്സഷൻ ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് മാത്രമേ എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ സെക്കൻഡറി സക്സഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ നഷ്ടപ്പെട്ടു പോയത്, കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്നു. അവിടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. ബിക്കോസ് അവിടെ സോയിൽ അഥവാ സെഡിമെൻറ്റുകൾ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ സോയിൽ അല്ലെങ്കിൽ സെഡിമെൻറ്റുകൾ ഓൾറെഡി ആദ്യത്തെ പ്രൈമറി സക്സഷനിലുണ്ടായിരുന്ന ആ സോയിൽ സെഡിമെൻറ്റുകളുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫാസ്റ്റർ ദാൻ പ്രൈമറി സക്സഷനേക്കാളും ഫാസ്റ്ററായിട്ട് ഇവിടെ സെക്കൻഡറി സക്സഷൻ ബിഗിൻ ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ മുമ്പത്തെ സക്സഷന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന അവിടുത്തെ സോയിലോ സെഡിമെൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈമറി സക്സഷനേക്കാളും ഫാസ്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സെക്കൻഡറി സക്സഷന് സാധിക്കും. ഇനി ഒരു ഇക്കോളജിക്കൽ സക്സഷൻ ഫോക്കസ് ചെയ്യണത് എന്തിനാണ്? സോ ഇക്കോളജിക്കൽ സക്സഷൻ ഫോക്കസ് ചെയ്യണത് ചേഞ്ചസ് ഇൻ വെജിറ്റേഷനെയാണ് അത് ഫോക്കസ് ചെയ്യണത്. ആ ഓരോ വട്ടം ഇക്കോളജിക്കൽ സക്സഷൻ വരുമ്പോൾ അവിടെ എന്താണ്? വെജിറ്റേഷനിൽ മാറ്റം വരുന്നു, അവിടുത്തെ വെജിറ്റേഷനിൽ മാറ്റം വരുന്നു. ആ വെജിറ്റേഷനിലുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ വെജിറ്റേഷൻ എഫക്റ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ വേരിയസ് കൈൻഡ് ഓഫ് എനിമൽസ്. അപ്പോൾ വെജിറ്റേഷനിൽ മാറ്റം വരുമ്പോൾ അത് നാച്ചുറലി അവിടുത്തെ ഫുഡ്, ഷെൽട്ടർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എനിമൽസിന് വേണ്ടിയുള്ള ഫുഡും ഷെൽട്ടറിലും മാറ്റങ്ങൾ വരുത്തുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സക്സഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ സക്സഷനും പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് എനിമൽസ് ആൻഡ് ഡികമ്പോസേഴ്സ് ഓൾസോ ചേഞ്ച്. സോ സക്സഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് അവിടെയുള്ള എനിമൽസിൻ്റെ നമ്പർ അല്ലെങ്കിൽ ടൈപ്പ് അല്ലെങ്കിൽ ഡികമ്പോസേഴ്സ് എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നു. സോ ഇക്കോളജിക്കൽ സക്സഷൻ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി എന്താണ്? വെജിറ്റേഷനിൽ വരുന്ന ചേഞ്ചുകളാണ്.
വെജിറ്റേഷനിൽ ചേഞ്ച് വരുമ്പോൾ അത് അവിടുത്തെ ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അനിമൽസിനുള്ള ഫുഡിനെയും ഷെൽട്ടറിനെയും എഫക്റ്റ് ചെയ്യുന്നു. സോ ഓൾ ടുഗദർ ഒരു സക്സഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ദെർഫോർ അവിടുത്തെ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് അനിമൽസും അതുപോലെ ഡീകമ്പോസേഴ്സും എന്തായി മാറുന്നു, അവയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു. സോ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഏത് ടൈമിലും ഈ പറഞ്ഞ പ്രൈമറി സക്സഷൻ ആണെങ്കിലും സെക്കൻഡറി സക്സഷൻ ആണെങ്കിലും നമ്മളൊന്ന് പ്രൈമറി സക്സഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ ടൈം എടുക്കും, ലോങ് പ്രോസസ്സാണ്. എന്നാൽ സെക്കൻഡറി സക്സഷനിൽ സോയിൽ അല്ലെങ്കിൽ സെഡിമെൻറ്റിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പ്രൈമറി സക്സഷനേക്കാളും ഫാസ്റ്റായിട്ട് സെക്കൻഡറി സക്സഷൻ ബിഗിൻ ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ പ്രൈമറി സക്സഷൻ ആണെങ്കിലും സെക്കൻഡറി സക്സഷൻ ആണെങ്കിലും ഏതൊരു ടൈമിലും നമ്മുടേതായ നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകൾ നേച്ചറിൽ എൻവയോൺമെൻറ്റിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ലൈക്ക് ഫയർ, നമ്മൾ ഫോറസ്റ്റ് ഫയർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിനെ ആ മരത്തിനെ വെട്ടി നശിപ്പിക്കുക, ഡീഫോറസ്റ്റേഷൻ നടക്കുകയാണ്. സോ ഫയർ, ഡീഫോറസ്റ്റേഷൻ പോലുള്ള ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് വരികയാണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ് എൻവയോൺമെൻറ്റിൽ സംഭവിക്കുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും കൺവേർട്ട് ചെയ്ത് ഒരു തൊട്ട് മുമ്പത്തെ പെർട്ടിക്കുലർ സീറൽ സ്റ്റേജിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസ്, വെദർ ഒരു നാച്ചുറൽ ഡിസ്റ്റർബൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫയർ, ഡിഫോറസ്റ്റേഷൻ പോലത്തെ ഡിസ്റ്റർബൻസ് ആണെങ്കിലും പ്രൈമറി സക്സഷനിലും സെക്കൻഡറി സക്സഷനിലും ആ ഉള്ള ഡെവലപ്മെൻറ്റിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ സീറൽ സ്റ്റേജിലേക്ക്, അത് ഇപ്പോൾ ഉള്ള സീറൽ സ്റ്റേജിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ഏർലിയർ സ്റ്റേജിലേക്ക് അത് മാറ്റം ചെയ്യാൻ, കൺവേർട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതുപോലത്തെ ഡിസ്റ്റർബൻസ് എന്ത് വെച്ചാൽ ഒരു പക്ഷേ പുതിയ കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്യാം. പുതിയ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്പീഷീസുകൾക്ക് എൻകറേജ്മെൻറ്റ്, പുതിയ സ്പീഷീസുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില സ്പീഷീസുകളെ ഡിസ്കറേജ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സോ ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസ്റ്റർബൻസുകൾ തന്നെയാണെങ്കിലും, നാച്ചുറലോ ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസുകളോ എൻവയോൺമെൻറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷനിൽ നിലവിലുള്ള സീറൽ സ്റ്റേജിൽ നിന്ന്, ഒരു പെർട്ടിക്കുലർ സീറൽ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഏതെങ്കിലും മുമ്പത്തെ സീറൽ സ്റ്റേജിലേക്ക് അതിന് കൺവേർട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഡിസ്റ്റർബൻസുകളൊക്കെ തന്നെ അത് നാച്ചുറൽ ആണെങ്കിലും ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസ്റ്റർബൻസുകളാണെങ്കിലും ഇതിലേതൊക്കെ തന്നെയാലും ഒരുപക്ഷെ പുതിയ കണ്ടീഷൻസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ കണ്ടീഷൻസ് ഒരുപക്ഷെ പുതിയ സ്പീഷീസിനെ എൻകറേജ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ സ്പീഷീസിന് ഉണ്ടാവാനുള്ള സാധ്യത വഴിയൊരുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള നിലവിലുള്ള ചില സ്പീഷീസിനെ ഡിസ്കറേജ് ചെയ്യാനോ അതിനെ ഒന്നടങ്കം എലിമിനേറ്റ് ചെയ്യാനുള്ള, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നതും ഈ പറഞ്ഞ ഇവല്യൂഷനും പാരലൽ ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണെങ്കിലും ഒരുപാട് വർഷം മുമ്പ് എന്നാണോ ഈ ഭൂമുഖത്തെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതലേ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ തന്നെ ഇക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവല്യൂഷനിലൂടെ തന്നെ ഉണ്ടായ കമ്മ്യൂണിറ്റികളാണ് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കമ്മ്യൂണിറ്റികളും.